ഹലോ ഗൈസ്, പെരുന്നാൾ തലേന്ന് മുടിയിട്ടാൻ വേണ്ടി മണിക്കൂറുകളോളം കാത്തിരുന്നിട്ട് കിട്ടിയ സീറ്റിലിരിക്കണം. ഇപ്പൊ ഞാൻ നാട്ടിലെ ബാർബർ ഷോപ്പ് ആയതുകൊണ്ട് തന്നെ ചങ്ങായിമാര് മുഴുവനും സ്ഥിരം വെട്ടണോണ്ട് അമ്മാനക്ക് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞു കൊടുക്കണ്ട. എടുത്താൽ മതി, ഓൻ വെട്ടിക്കൊണ്ടിരിക്കുന്ന അടിക്കൊണ്ടാണ് കനി വന്നത്. എന്താ ചെയ്യാ, കസാലി കയറിയിരുന്ന പോലെ ഇതും വേണം കേൾക്കുക. കുറെ നേരമായിട്ട് കാത്തുകിട്ടുന്ന ക്ഷീണം ഓല മുഖത്ത് കാണുന്നുണ്ട്. ഇതൊന്നും ശ്രദ്ധിക്കാതെ അമ്മാൻ ഒരേ വെട്ടല. അങ്ങനെ എന്റേത് വെട്ടിക്കഴിഞ്ഞു. ഈ കണ്ണാടി നോക്കുമ്പോ നല്ല ലുക്കാ. ഞാൻ അമ്മാന്റെ കൈവാണോ കണ്ണാടിന്റെ കൈവാണോ അങ്ങനെ ഞാൻ എണീറ്റൊന്നും അജ്മൽ കയറി. അജ്മലാണെങ്കിൽ അങ്ങനെ ഒരു ടീം ഫോട്ടോ കാണിച്ചു വെച്ചിട്ടാണ് അമ്മാനെ കൊണ്ട് മുട്ടിട്ടിക്കണത്. പിന്നിൽ വൻ നിരന്നുണ്ട്. ഇർഷാദും കനി അതിന്റെ ഒരു ആവേശത്തിലാണ്. വൈകാതെ അജ്മലിലും കഴിഞ്ഞു. അത് കഴിഞ്ഞ് കനിയും കയറി. ഇതിമ കയറിയിരുന്നാ പിന്നെ ഇതൊക്കെ സഹിക്കേണ്ടി വരും. ചെറിയ ബാർബർ ഷോപ്പ് കയറി ഞങ്ങൾ പുറത്തേക്ക് എത്തിയപ്പോ 9:30. ഇടയിൽ അജ്മലിന്റെ 5-ന് കുറച്ച് പടക്കം വാങ്ങാൻ വേണ്ടിട്ട് വന്നാണ് ഞാൻ. പിന്നെ ഞാനും വാങ്ങി കുറച്ച് ഇന്റെ പരിത്ത് കുട്ടിയൊക്കെ നേരെ ഞാൻ വീട്ടിൽ വന്നു. ഇവിടെ വന്നപ്പോ ഇവരൊക്കെ ഒരേ ആവശ്യം. പിന്നെ ഓലപ്പം നിർത്താൻ തീരുമാനമാക്കാന്ന് വിചാരിച്ചു. ഇത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഒട്ടുമ്പോ ഈ ആൾക്കാരെ കണ്ടത്. ഗഫൂറൊക്കെ നമ്മളെ കൂട്ടാതെ പോയി ഡ്രസ് എടുത്തു. 2 ഷർട്ടും സ്പ്രേ. ഈ ഗഫൂർ പെരുന്നാൾക്ക് വാങ്ങിയ സ്പ്രേ അപ്പൊ തന്നെ അടിക്കും. അങ്ങനെ മനസ്സിലോടെ ഗഫൂർ അടിച്ചു കൊടുക്കും. എല്ലാരും മൂടിയിട്ടാലും കഴിഞ്ഞു. അടുത്ത പണി ഡ്രസ് എടുക്കാന്നുള്ളതാണ്. 10:45 ഞങ്ങൾ ഡ്രസ് എടുക്കാൻ പോകുന്നത്. ഇതിന്റെ ഉള്ളത്തെ തിരക്ക് കണ്ടിട്ട് കയറണോ സംശയിച്ചിരിക്കണേ ഞങ്ങളെല്ലാരും. ഇതിന്റെ ഉള്ളത്തെ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് തപ്പാനൊന്നും നമ്മൾ അവിടെ നിൽക്കണ 2 ആൾക്കാർ കുപ്പായി ഊരെടുത്തോണ്ട് പോലൊന്നും ഇങ്ങോട്ട് പറയാനൊന്നും നമ്മളായിട്ട് ചോദിക്കാനും പോയി. ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയി കിടന്നുറങ്ങാന്ന് വിചാരിച്ചപ്പോഴാണ് അജ്മലിന് നാളെ ഉള്ള പാന്റ് ഷേപ്പ് ആക്കണം ഓർമ്മ. ഇവിടെ പോയപ്പോ അതിലും വലിയ തിരക്ക്. അങ്ങനെ ഓൻ പറഞ്ഞു ഒരു 1.5 മണിക്കൂർ കാത്തിരുന്നാ തരാ. പിന്നെ അങ്ങോട്ട് കാത്തിരിക്കന്നെ. അങ്ങനെ ഒരു 2 മണിയപ്പോ സാധനം നല്ല നെയ്ച്ചോറും ചിക്കൻ പൊളിച്ചോ കഴിച്ചു കണ്ട് പെരി പോയി കിടന്നുറങ്ങി. അപ്പൊ ഓക്കെ ബൈ.